വിഷുദിനത്തിൽ കാരണവന്മാർ വീട്ടിലെ ഇളയ തലമുറയ്ക്ക് വർഷം മുഴുവനും ഐശ്വര്യവും സമൃദ്ധിയുമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം. സാധാരണയായി വീട്ടിലെ മുതിർന്നവർ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കുമാണ് ഇത് നൽകുന്നത്. ചിലയിടങ്ങളിൽ പ്രായമായവർക്ക് ഇളയവരും കൈനീട്ടം നൽകാറുണ്ട്. കൂട്ടുകുടുംബങ്ങളിൽ എല്ലാവർക്കും നൽകുന്ന പതിവുമുണ്ടായിരുന്നു. വിഷുക്കൈനീട്ടം നൽകുന്നതിലൂടെ വരും വർഷം ഐശ്വര്യവും സമൃദ്ധിയുമുണ്ടാകുമെന്നും തലമുറകളിലൂടെ ഈ പാരമ്പര്യം കൈമാറ്റം ചെയ്യപ്പെടുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇത് മുതിർന്നവരുടെ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം പഴയകാലത്ത് കുടുംബത്തിലെ സ്വത്തിന്റെ ഒരു ചെറിയ പങ്കായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ സാമ്പത്തിക ഭദ്രതയുടെ പ്രതീകമായും നല്ലൊരു തുടക്കത്തിനുള്ള പ്രോത്സാഹനമായും കരുതപ്പെടുന്നു. കണിക്കൊന്നപ്പൂവും പണവും ചേർത്താണ് സാധാരണയായി കൈനീട്ടം നൽകുന്നത്. കൊടുക്കുന്നയാൾ വലത് കൈയിൽ നാണയമോ നോട്ടോ വെച്ച് വാങ്ങുന്നയാളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും വാങ്ങുന്നയാൾ വിനയത്തോടെ 2 കൈകളും നീട്ടി അത് സ്വീകരിക്കുകയും വേണം. അതിനാൽ വിഷുക്കൈനീട്ടം വെറും പണമല്ല, മറിച്ച് സ്നേഹം, ഐശ്വര്യം, പാരമ്പര്യം എന്നിവയുടെ ആഴമേറിയ പ്രതീകമാണ്.